ഒന്നാമത് സുഖമില്ലടോ, നടുവേദനയൊക്കെ ആയിട്ട്. പക്ഷെ അത് ഞാൻ ഇരുന്നോട്ടെ. ഇപ്പം ഒന്ന് കിടന്നു പോകുമ്പോഴേ അവനവൻ്റെ പ്രയാസം അറിയും. ഞാൻ ഒന്ന് സുഖമില്ലാതെ കിടന്നപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത്. നമ്മളൊക്കെ ആരോഗ്യവാനായി നടക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാനും ഒന്നും വയ്യ. ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ഓരോ വെള്ളിയാഴ്ച ജുമായിൻ്റെ സമയമാകുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരും. അപ്പോഴേ നമ്മൾ ചിന്തിക്കണം, ഓരോന്നും ഇവിടെ പള്ളിയുടെ മുമ്പിലൂടെ തെക്ക് വടക്ക് നടന്നിട്ട് നിസ്കരിക്കണില്ല. ഉസ്താദ് കാണാൻ ചെന്നപ്പോൾ പറയാം, ഉസ്താദ് എൻ്റെ നട്ടല് നേരെയായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിൽ പോയതിന്. എടാ, ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ പൂന് പള്ളിയില്ല, പട്ടവും ഇല്ല. ഈ ഇരിക്കണം നിങ്ങളെല്ലാവരും ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി എന്ന മകനെ പിടിച്ച് അടുത്തിരുത്തി പാപ്പ പറഞ്ഞു കൊടുത്തു, മോനെ, പാപ്പാടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന എന്താന്ന് എൻ്റെ പൊന്നുമോൻ അറിയോ? നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ പുറത്ത് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന നട്ടിരിക്കുന്ന ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ 100 കൊല്ലം സഞ്ചരിച്ചാലും ആ മനുഷ്യൻ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓനിങ്ങനെ നോക്കിയിട്ട് ചോദിക്കുക, എൻ്റെ വാപ്പ ഇത് എന്തൊരു തെള്ളലാ വാപ്പ നിങ്ങൾ? ഒന്നാമത് സുഖമില്ലടോ, നടുവേദനയൊക്കെ ആയിട്ട്. ഒരുപാട് നേരം നിന്ന് പ്രസംഗിക്കാനും പറ്റുന്നില്ല, ഒരുപാട് നേരം ഇരിക്കാനും പറ്റുന്നില്ല. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ.